ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ നാം ഓരോരുത്തരും ഇന്നായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തെ നാം ഓരോരുത്തരും രുചിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ വൻ കൃപ പ്രാപിക്കുവാൻ ഒക്കെ ഇടയാകട്ടെ. നാം ഞെരുക്കങ്ങളിലായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നാം ഞരങ്ങുന്ന, നാം ഹൃദയം നുറുങ്ങി ദൈവസന്നിധിയിൽ കരയുന്ന ഓരോ യാചനകൾക്കും, ഓരോ പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം നൽകുന്നവനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുമെന്ന് വചനം പറയുന്നു. അപ്പോൾ ഹൃദയം നുറുങ്ങിയവരെ ദൈവം കാണുന്നു. ഹൃദയം നുറുങ്ങിയവരുടെ വേദന അവൻ കാണുന്നു. കർത്താവ് ആ വേദന കണ്ട് ഹൃദയം നുറുങ്ങിയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ വേദനകളെ ദൈവം ഏറ്റെടുത്ത് അതിന് പരിഹാരത്തെ നൽകുമെന്നതാണ് നമുക്ക് ഈ വചനത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നാം വേദനയോടെ പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ നാം മറ്റുള്ളവരോട് നമ്മുടെ സങ്കടങ്ങൾ പറയുന്നത് നമുക്ക് ദോഷമായി തീരും. നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും മനുഷ്യരോടല്ല നാം പറയേണ്ടത്, കർത്താവിനോട്, നമ്മെ സൃഷ്ടിച്ചവനായ, നമ്മെ വീണ്ടെടുത്തവനായ, തൻ്റെ ജീവനെ നൽകി തൻ്റെ തിരുരക്തം മുഴുവൻ വാർത്ത് നമുക്ക് വേണ്ടി ഒഴിച്ചവനായ ക്രിസ്തുവിനോട്, കർത്താവിനോട് നാം പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയ നുറുക്കത്തെ അവൻ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആ വേദന, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം അനുഭവിക്കുന്നതായ ആ വേദന കർത്താവ് മനസ്സിലാക്കിയിട്ട് കർത്താവ് അതിന്മേൽ വിടുതൽ നൽകും. നാം പ്രയാസത്തോടെ, കണ്ണുനീരോടുകൂടി, നാം വേദനയോടുകൂടി, ഹൃദയ നുറുക്കത്തോടെ നാം എന്ത് യാചിച്ചിട്ടുണ്ടോ അതിന്മേലെല്ലാം ദൈവം ഉത്തരം നൽകിയിരിക്കും. ഹൃദയം നുറുങ്ങി നാം ദൈവസന്നിധിയിൽ യാചിക്കുന്ന ഏതൊരു യാചനയ്ക്കും ദൈവം ഉത്തരം നൽകിയിരിക്കും. കണ്ണുനീര് തുടയ്ക്കുന്നവനാണ് കർത്താവ്. കണ്ണുനീര് കണ്ടിട്ട് മാറിപ്പോകുന്നവനല്ല. മനുഷ്യർ മാറിപ്പോകും. മനുഷ്യർ മറ്റുള്ളവരുടെ കണ്ണുനീർ കണ്ട് ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ മറിച്ച് യേശു കർത്താവാകട്ടെ ഒരിക്കലും ഒരു വ്യക്തിയുടെ കണ്ണുനീര് കണ്ടിട്ട് മാറിപ്പോകുന്നവനല്ല. നമുക്ക് ലാസറിൻ്റെ ആ വിഷയം തന്നെ നോക്കാം. മാർത്ത കണ്ണുനീർ ഒഴിക്കുന്നത് കണ്ട്, മറിയ കണ്ണുനീർ ഒഴിക്കുന്നത് കണ്ടിട്ട് യേശു ക്രിസ്തുവും കൂടെ അവിടെ കണ്ണുനീർ വാർത്തതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശു ക്രിസ്തുവും അവരുടെ ദുഃഖത്തിൽ ചേർന്നുകൊണ്ട് അവരുടെ ആ വിഷയത്തിന് പരിഹാരത്തെ കൊടുത്ത് അവരുടെ മരിച്ചു പോയതായ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരുടെ കൂടെ കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത ഹൃദയ നുറുക്കത്തോടുകൂടി നാം വേദനിക്കുന്ന പല വിഷയങ്ങളും കാണും. ചിലപ്പോൾ നമ്മുടെ ഉപജീവന മാർഗത്തെ ചൊല്ലിയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ശുശ്രൂഷകളെ ചൊല്ലിയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളെ ചൊല്ലിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ചൊല്ലിയായിരിക്കാം. ഒക്കെ പലർക്കും പലവിധമായ വിഷയങ്ങളുണ്ടാവും. ചിലർക്ക് കടഭാരം കൊണ്ട് താങ്ങാൻ കഴിയാത്ത രീതിയിലായിരിക്കാം. എന്നാൽ കർത്താവിനോട് നാം നിലവിളിക്കുമ്പോൾ, കർത്താവിനോട് ഹൃദയ നുറുക്കത്തോടെ കണ്ണുനീരോടുകൂടി കർത്താവിനോട് നാം യാചിക്കുമ്പോൾ കർത്താവ് ആ വിഷയത്തിന് പരിഹാരത്തെ നൽകി അതിൻ്റെ വഴികൾ ദൈവം നമുക്ക് കാണിച്ചു തന്ന് നാം എപ്രകാരം പോയാൽ ആ വിഷയങ്ങൾക്കെല്ലാം വിടുതൽ നൽകുമെന്ന് കർത്താവ് നമ്മോട് ഇടപെടുവാനും നമ്മെ അതിൻ പ്രകാരം വഴി നടത്തുകയും നമുക്ക് അതിന്മേലെല്ലാം നന്മയും അനുഗ്രഹവും നൽകുവാനും നമ്മുടെ ആ വിഷയങ്ങൾക്കൊരു വലിയ വിടുതൽ ദൈവം നൽകുവാൻ ഇടയായിത്തീരും. കർത്താവിനോട് യാചിക്കുക. മനുഷ്യരോട് പറയുന്നത് മതിയാക്കിയിട്ട് മനുഷ്യരോട് നമ്മുടെ വേദനകൾ പറയുമ്പോൾ അവർ അതിനെ ദുരുപയോഗം ചെയ്യും. അത് അനുഭവിച്ച അനേകം വ്യക്തികളുണ്ടാകാം. എന്നാൽ പോലും പഠിക്കത്തില്ല. പറയരുത് എന്നുള്ളത് പഠിക്കത്തില്ല. വീണ്ടും പുതിയ സുഹൃത്തുക്കളെ കിട്ടുമ്പോൾ അവരോടെല്ലാം പറയും. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചിട്ട് നാം പറയേണ്ടത് കർത്താവിനോടാണ്. നാം ചിന്തിച്ചിട്ട് കർത്താവിനോട് പറയുവാൻ നാം ആഗ്രഹിക്കുക. കർത്താവിനോട് മാത്രം ഷെയർ ചെയ്യുവാൻ.
ഹൃദയ നുറുക്കത്തോടെ കർത്താവിനോട് പറയുക. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരത്തെ ദൈവം നൽകും. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരത്തെ ദൈവം നൽകും. അത്ഭുതത്തെ ദൈവം ചെയ്യും. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വൻ കരങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ചലിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ അത്ഭുത കരം അവിടെ ചലിക്കുമ്പോൾ വലിയ പ്രവൃത്തികൾ, വലിയ വിടുതലുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രം ഹൃദയ നുറുക്കത്തോടെ ആയിരിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ മാത്രം താഴ്ത്തി ഏൽപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.